കുളിച്ച് മഞ്ഞ കളർ കുർത്തിയും വൈറ്റ് പലാസോയും ഇട്ട് ഇറങ്ങി വരികയായിരുന്നു അല്ലു. മനുവിൻ്റെ കണ്ണുകൾ അവളിൽ തന്നെ തറഞ്ഞു നിന്നു. അവളുടെ അഴക് ഒന്നുകൂടി കൂട്ടാൻ എന്നതുപോലെ നെറ്റിയിൽ സിന്ദൂരവും കഴുത്തിൽ മഞ്ഞച്ചരടിൽ കോർത്ത താലിയും. അവൾ ഇറങ്ങി വന്നപ്പോൾ സാരംഗി അവളെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ശ്രീറാമും അവൾ ആരാണെന്ന് സംശയത്തോടെ നോക്കി. ശ്രീ, ഇത് അലങ്കൃത, മനുവിൻ്റെ വൈഫാണ്. സാരംഗി പുഞ്ചിരിയോടെ പറഞ്ഞതും അല്ലുവിൻ്റെ ഉള്ളിൽ ഒരു തണുപ്പ് നിറയുന്നത് അവൾ അറിഞ്ഞു. മനുവിൻ്റെ ഉള്ളിൽ എന്തെന്നില്ലാത്ത ഒരു വികാരം ഉയർന്നു വന്നിരുന്നു. ആഹാ, വിവാഹം കഴിഞ്ഞോ? കൺഗ്രാറ്റ്സ് ഡിയേഴ്സ്. മനുവിന് നേരെ കൈനീട്ടി ശ്രീ പറഞ്ഞു. മനു അവന് തിരികെ കൈകെടുത്തുകൊണ്ട് താങ്ക്സും പറഞ്ഞു. മോനെ, നാളെ അവരുടെ ഗ്രാൻഡ് വെഡ്ഡിംഗ് റിസപ്ഷൻ നടത്താൻ പോവാം. മോൻ അത് കഴിഞ്ഞിട്ട് പോയാൽ മതി. ചന്ദ്രൻ സ്നേഹത്തോടെ പറഞ്ഞതും ശ്രീ ദയനീയമായി സാരംഗിയെ നോക്കി. ശ്രീ, അങ്കിൾ പറഞ്ഞത് കേട്ടില്ലേ? നീ മറ്റന്നാളിൽ പോയാൽ മതി. സാരംഗി കൂടി പറഞ്ഞതോടെ അവൻ തല കുലുക്കി. ചിയേട്ടനപ്പം ഇവിടെ കാണുമോ? ഏയ്, ചിയേട്ടൻ പോണില്ലല്ലോ. തച്ചു തുള്ളിച്ചാടി അവൻ്റെ കയ്യിൽ ചുറ്റിപ്പിടിച്ച് സാരംഗിയെ നോക്കി. ശ്രീ അവളെ ഒന്ന് വാത്സല്യത്തോടെ നോക്കി. അച്ചു പല്ല് കടിച്ചുകൊണ്ട് വെട്ടിത്തിരിഞ്ഞ് മുകളിലേക്ക് കയറിപ്പോയി. ഇടം കണ്ണാൽ സാരംഗി അവൻ പോകുന്നത് നോക്കി. അവൻ്റെ ദേഷ്യം ശ്രീ വന്നതുകൊണ്ടാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു. അവളെ അന്വേഷിച്ചു വന്ന് സാരംഗി കാണുന്നത് ഉറക്കത്തിൽ ചുണ്ടു കൂർപ്പിച്ചു വെച്ച് ശ്രീയുടെ ചുമലിൽ ചാരി ഉറങ്ങുന്ന തച്ചുവിനെയായിരുന്നു. സാരംഗി വാത്സല്യത്തോടെ അവളെ നോക്കി അവരുടെ അടുത്തേക്ക് നടന്നു. ശ്രീ, അവൾ ഉറങ്ങിപ്പോയല്ലോ, ഞാൻ റൂമിലാക്കാം. സാരംഗി അവളുടെ അടുത്ത് വന്നതും ശ്രീ അവളെ കൈകൊണ്ട് തടഞ്ഞു. ഞാൻ കൊണ്ടക്കെടുത്താം, ഉണർത്തണ്ട. ശ്രീ അവളെ കയ്യിൽ കോരിയെടുത്തുകൊണ്ട് റൂമിലേക്ക് നടന്നു. പുറകെ സാരംഗിയും അവളെ ബെഡിൽ കടത്തി അവൻ പുതപ്പിച്ചു കൊടുത്തു. കുഞ്ഞിനെ പോലെ ഉറങ്ങുന്നവളെ കണ്ട് അവന് വാത്സല്യവും പ്രണയവും തോന്നി. അവളെ ഒന്ന് നോക്കി അവൻ ലൈറ്റ് ഓഫ് ചെയ്ത് പുറത്തേക്കിറങ്ങി. പുറത്ത് അവനെ കാത്ത് സാരംഗി നിൽപ്പുണ്ടായിരുന്നു. എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. അവൻ്റെ മുഖത്തെ പതർച്ചയും ടെൻഷനും കണ്ട് കാര്യമായ എന്തോ കുഴപ്പമുണ്ടെന്ന് അവൾക്ക് തോന്നി. വാ. സാരംഗി മുകളിലെ കോമൺ ബാൽക്കണിയിലേക്ക് നടന്നു. പുറകെ അവനും. എന്താ ശ്രീ, എനിത്തിങ് സീരിയസ്? ഞാൻ പറയാൻ പോകുന്നത് നീ പൂർണ്ണമായും കേൾക്കണം. അവൻ്റെ ശരീരം വിയർത്തിരുന്നു. ശ്രീ അവൾക്ക് മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് അവളുടെ കൈകൾ അവൻ്റെ കൈക്കുള്ളിലാക്കി അവൻ്റെ നെഞ്ചോട് ചേർത്തിരുന്നു. സാരംഗി ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. ബാൽക്കണിയിലേക്ക് ലാപ്ടോപ്പുമായി മീറ്റിങ്ങിന് വന്ന അച്ചു ആ കാഴ്ച കണ്ട് തറഞ്ഞു നിന്നു. ശ്രീ, എന്താടാ നീ എന്താ ഇങ്ങനെ വിറയ്ക്കുന്നേ? പറയ്, എന്താ നിനക്ക് പറയാനുള്ളത്? സാരംഗി അവനെ നോക്കി അലിവോടെ ചോദിച്ചു. തച്ചുവിനെ എനിക്ക് തന്നേക്കാവോടി? ഞാൻ അവളെ പൊന്നുപോലെ നോക്കിക്കോളാം. സാരംഗി ഞെട്ടി പിന്നിലേക്ക് കൈവലിച്ചു. ശ്രീ, അവളുടെ ശബ്ദം ഉയർന്നിരുന്നു. ശ്രീ അത് പ്രതീക്ഷിച്ചിരുന്നതിനാൽ നിർവികാരമായി അവളെ നോക്കി. അവളുടെ കണ്ണുകൾ തുറച്ചു വന്നിരുന്നു. നീ എന്താ പറഞ്ഞെന്ന് ബോധ്യമുണ്ടോ നിനക്ക്? ബോധ്യമുണ്ട്, നല്ല ബോധ്യമുണ്ട്. അവളില്ലാണ്ട് എനിക്ക് പറ്റില്ലടി. ശ്വാസം മുട്ടുന്നത് പോലെയാ. നീ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ തച്ചുവിനെ കോൺവെൻറ്റിലാക്കിയപ്പോൾ തകർന്നതാ ഞാൻ. അന്ന് ഞാൻ അവളെ നോക്കിയേനെ. പക്ഷേ ഞാൻ നിന്നോട് ഇതൊക്കെ എങ്ങനെ പറയും? നീ എന്നെ അവളിൽ നിന്നും അകറ്റുമോ എന്ന് ഞാൻ ഭയന്നുപോയി. ഇന്നലെ ഞാൻ ഉറങ്ങിയില്ല. അവളെ ഒന്ന് കാണാൻ ഓടി വന്നതാ ഞാൻ. ശരിക്കും ഇഷ്ടമാടി, വെറും ഇഷ്ടമല്ല, എൻ്റെ പ്രാണനാവൾ. കണ്ണുനീരോടെ പറയുന്നവനെ നോക്കി അസ്വസ്ഥതയോടെ അവൾ എഴുന്നേറ്റ് പുറത്തേക്ക് നോക്കി നിന്നു. ശ്രീ അവളെ ദയനീയമായി നോക്കി. എങ്ങനെയാ നീ ഒന്ന് മനസ്സിലാക്കുക സാരു എന്നെ? അവൻ മനസ്സിൽ പറഞ്ഞ് അവളെ നോക്കി. സാരംഗി ഗൗരവം നിറഞ്ഞ മുഖത്തോടെ തിരിഞ്ഞ് അവനെ നോക്കി. സഹതാപമാണോ ശ്രീ നിനക്ക് എൻ്റെ കുഞ്ഞിനോട്? അവനെ ഉറ്റുനോക്കി ചോദിച്ചതും ശ്രീ ഞെട്ടി അവളെ തുറച്ചു നോക്കി. സാരു, നീ എന്താ പറഞ്ഞേ? സഹതാപമോ? എനിക്കോ? നിനക്ക് അങ്ങനെയാണോ തോന്നിയത്? അവൻ്റെ ശബ്ദം ഇടറിയിരുന്നു. പിന്നെ ഞാൻ എന്താ ചോദിക്കണ്ടേ ശ്രീ? അനിയൻ സ്നേഹിച്ച് വിവാഹപ്പന്തൽ കൊണ്ടെത്തിച്ച പെണ്ണ്. ഒടുവിൽ അവളുടെ മുന്നിൽ തന്നെ മുറപ്പെണ്ണിനെ കെട്ടി അവളെ മാനസികമായി തകർത്തു. അതിന് പ്രായശ്ചിത്തമാണോ ഇത്? വ്യക്തമായ ഉത്തരം വേണം ശ്രീ. അവളുടെ മൂർച്ച കൂടിയ വാക്കുകൾക്ക് മുന്നിൽ അവൻ പതറിയില്ല. അവൻ എൻ്റെ അനിയനല്ല. അങ്ങനൊരു അനിയനും എനിക്കില്ല. പിന്നെ ഞാൻ അവളെ ആദ്യമായി കാണുന്നത് കല്യാണത്തിൻ്റെ അന്നാണ്. അവളെ ഞാൻ അനിയൻ്റെ പെണ്ണായി കണ്ടിട്ടില്ല സാരു. അവളന്ന് തകർന്നു വീണപ്പോൾ അറിയാതെ എൻ്റെ ഉള്ളും പിടഞ്ഞിരുന്നു. അന്നു മുതൽ ഇന്നുവരെ അവളെൻ്റെ ഹൃദയത്തിൽ ഇടം കണ്ടെത്തിയിരുന്നു. അവളുടെ കുറുമ്പും ചീയാട്ട എന്ന കൊഞ്ചിയുള്ള വിളിയും എല്ലാം ഞാൻ ഒരുപാട് മിസ് ചെയ്തു. അടുത്തിടെയാണ് അകലാനാവാത്ത വിധം അവളെൻ്റെ ഹൃദയത്തിൽ തറഞ്ഞു പോയതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. ഇനിയും
എന്നെ നിനക്ക് വിശ്വാസമില്ലേ സാരു? ഹൃദയം തകർന്നു പറയുന്നവനെ കണ്ട് സാരംഗി വേദനയോടെ നോക്കി. പക്ഷെ ശ്രീ, നിന്റെ പ്രൊഫഷൻ, ഫാമിലി, ലൈഫ് സ്റ്റൈൽ, ഇതിനെയെല്ലാം എഫക്റ്റ് ചെയ്യാൻ പോകുന്ന വലിയ പ്രശ്നമാണ് നീ ഇപ്പോൾ പറഞ്ഞത്. നീ തിരക്കുള്ളൊരു ഡോക്ടറാണ്. അവളോ ഓർമ്മ നഷ്ടപ്പെട്ട് മാനസികമായി തകർന്ന് കൊച്ചുകുട്ടിയെപ്പോലെ പെരുമാറുന്നവൾ. അവളോടുള്ള ഇഷ്ടം കൊണ്ട് ഇപ്പോൾ നിനക്ക് എല്ലാം നല്ലതായി തോന്നും. നാളെ അവൾ നിനക്കൊരു ബാധ്യതയാകും ശ്രീ. എപ്പോഴും അവളെ നോക്കിയിരിക്കാൻ നിനക്ക് കഴിഞ്ഞെന്ന് വരില്ല. അന്നേരം നിനക്കെൻ്റെ കുഞ്ഞിനെ മടുപ്പാവും ശ്രീ. അവളിൽ നീ ആഗ്രഹിക്കുന്ന പ്രണയിനി ഉണ്ടാവില്ല. ഒരു ഭാര്യയുടെ കടമകൾ ഉണ്ടാവില്ല. നീ ഒരു പുരുഷനാണ്. നിനക്ക് തോന്നുന്ന പല വികാരങ്ങളും അവളോട് നിനക്ക് പ്രകടിപ്പിക്കാൻ കഴിയില്ല. ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പല കാര്യങ്ങളും നിനക്കിടയിൽ. സാരംഗി കിതപ്പോടെ പറഞ്ഞു നിർത്തി അവനെ നോക്കി. അവൾക്ക് ഭയമായിരുന്നു. ഒരിക്കൽ കൂടി തച്ചുവിനെ തകർന്നു കാണാൻ അവൾക്ക് കഴിഞ്ഞില്ല. സാരു, നീ നീ അങ്ങനെയാണോടി എന്നെ മനസ്സിലാക്കിയത്? അവൾ എത്രയോ പ്രാവശ്യം എന്നോട് ചേർന്നിരുന്നു. എനിക്ക് കളിയായി ഉമ്മകൾ തന്നു. മടിയിൽ കിടന്നുറങ്ങി. അന്നേരം നിനക്ക് തോന്നിയോടി ഞാൻ അവളിൽ കാമം കാണുമെന്ന്? എനിക്ക് അവളുടെ മനസ്സും ശരീരവും ഒരിക്കലും വേണ്ട. അവളുടെ ചീയേട്ടനായാൽ മാത്രം മതി. എൻ്റെ ഒപ്പം എപ്പോഴും അവൾ ഉണ്ടായാൽ മതി. ഒരു മുള്ളു കൊള്ളാൻ പോലും ഞാൻ അനുവദിക്കില്ല. നാളെ ഒരിക്കൽ അവൾക്ക് ഓർമ്മ കിട്ടി എന്നെ മറന്നുപോയാലും എനിക്ക് സങ്കടമില്ല. എങ്കിലും അത്രയും നാളും എൻ്റെ ഒപ്പം അവൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചോളാം. തനിക്ക് മുൻപിൽ മുട്ടുകുത്തിയിരുന്ന് യാചിക്കുന്നവനെ കണ്ട് സാരംഗി കരഞ്ഞു പോയിരുന്നു. അവൾ അവൻ്റെ ചുമലിൽ പിടിച്ചുയർത്തി അവനെ എഴുന്നേൽപ്പിച്ചു. അവളും പൊട്ടിക്കരഞ്ഞു പോയിരുന്നു. ശ്രീ അവളുടെ ചുമലിൽ ചാരി മുഖം അമർത്തി. എനിക്ക് സന്തോഷമായി ശ്രീ. നിന്നെപ്പോലെ ഇനി ആരും അവളെ നോക്കില്ല ശ്രീ. എൻ്റെ കുഞ്ഞ് നിന്നോടൊപ്പം സുരക്ഷിതയായിരിക്കും. ഈ ചേച്ചിക്ക് സമാധാനമായടാ. ഞാൻ അനുഭവിക്കുന്ന വേദന അത്രയ്ക്കുണ്ട് ശ്രീ. ഞാൻ തരുവാ നിനക്ക് അവളെ. ശ്രീ അവളിൽ നിന്നും അടർന്ന് അത്ഭുതത്തോടെ അവളെ നോക്കി. സത്യം? അവന് വിശ്വാസം വന്നില്ല. അയ്യേ, നിൽക്കുന്ന കണ്ടില്ലേ, ഡോക്ടറാണ് പോലും. കൊച്ചു കുട്ടികളെക്കാളും ദുർബലനായി പോയല്ലോ ശ്രീനി. അവൾ മൂക്കത്ത് വിരൽ വെച്ച് അവനെ കളിയാക്കി. അവൻ അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. രണ്ടുപേരുടെ ചുണ്ടിലും സന്തോഷം കൊണ്ട് പുഞ്ചിരി വിടർന്നു. അച്ചുവിൻ്റെ കണ്ണുകളും നിറഞ്ഞു. അവൻ നിറഞ്ഞ മനസ്സോടെ അവിടുന്ന് തിരിഞ്ഞു നടന്നു. താൻ കാരണം തച്ചു ഇങ്ങനെയായത് എന്നായിരുന്നു അച്ചുവിൻ്റെ വിഷമം. ശ്രീയോട് ആ നിമിഷം അവന് ബഹുമാനം തോന്നി, സ്വയം പുച്ഛവും. പർപ്പിൾ കളർ കാഞ്ചീപുരം സാരിയുടുത്ത് മിതമായ ആഭരണങ്ങൾ മാത്രമണിഞ്ഞ് ക്ഷേത്രത്തിൽ മനുവിൻ്റെ താലിക്ക് മുന്നിൽ കഴുത്ത് നീട്ടിക്കൊടുക്കുകയായിരുന്നു അല്ലു. എന്നും ഈ താലി തൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കണേ എന്ന് മാത്രമേ അല്ലു പ്രാർത്ഥിച്ചുള്ളൂ. വൈകുന്നേരമാണ് റിസപ്ഷൻ. പീച്ച് കളർ ലെഹങ്കയായിരുന്നു അല്ലുവിൻ്റെ വേഷം. പീച്ച് കളർ ഷർട്ടും വൈറ്റ് കോട്ടും ഓഫ് വൈറ്റ് പാൻറ്റുമായിരുന്നു മനുവിൻ്റെ ഡ്രസ്സ്. ഗ്രേപ്സ് കളർ ഷിഫോൺ സാരിയും ഡയമണ്ട് നെക്ലേസ് സെറ്റുമായിരുന്നു സാരംഗിയുടെ വേഷം. തച്ചുവിന് ആഷ് കളർ നെറ്റ് ഗൗണും. അച്ചു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്യൂട്ടിലായിരുന്നു. സ്ത്രീ ആഷ് കളർ ഷർട്ടും വൈറ്റ് പാൻറ്റും. ഷർട്ട് ഇൻഷർട്ട് ചെയ്തിരുന്നു. ബന്ധുക്കളും ബിസിനസ് രംഗത്തെ ഒരുപാട് പേരും ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. സാരു, ഐഷു ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചു. യു ലുക്ക് ഗോർജിയസ്. ഐഷു അവളെ നോക്കി സന്തോഷത്തോടെ പറഞ്ഞു. നീയും മോശമല്ല കെട്ടടി പെണ്ണെ. സാരംഗി അവളുടെ കവളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ശ്രീ, നീ എവിടെ? ഐഷു അതിശയത്തോടെ ശ്രീയെ നോക്കി. ഞാൻ ഇന്നലെ എത്തി. ശ്രീ അവളെ നോക്കി പുഞ്ചിരിയോടെ പറഞ്ഞു. ചിയേട്ടാ, ഇനിയും വേണം. ചുണ്ടുപിളർത്തി കാലിയായ ഐസ്ക്രീം ബോൾ കാണിച്ചുകൊണ്ട് തച്ചു അവനെ നോക്കി പറഞ്ഞു. സാരംഗി അവളെ നോക്കി കണ്ണുരുട്ടി. തച്ചു, മതി പനി പിടിപ്പിക്കാനായിട്ട്. എണ്ണിറ്റോ മര്യാദയ്ക്ക്. സാരംഗി അവളെ വിരട്ടിയതും അവൾ പിന്നെയും ചുണ്ടുപിളർത്തിക്കൊണ്ട് ശ്രീയെ നോക്കി. സാരു, അധികം തണുപ്പില്ലടാ, പാവമല്ലേ, ഒന്നുകൂടി കഴിക്കട്ടെ, ശ്രീ അവളോട് പറഞ്ഞു. നീ അവളെ ഇങ്ങനെ കൊഞ്ചിച്ച് വഷളാക്കുന്നത്? നീ ഒരു ഡോക്ടറാണോടാ? സാരംഗി അവനെ കൂർപ്പിച്ചു നോക്കി. സർവിംഗ് ബോയ് ഒരു ബൗൾ അധികം തണുപ്പില്ലാത്ത വാനില ഐസ്ക്രീം കൊണ്ടുവന്നു. തച്ചു കൈകൊട്ടിക്കൊണ്ട് ശ്രീയുടെ കവിളിൽ ഉമ്മ വെച്ചു. അവൻ പെണ്ണിൻ്റെ ആ പ്രതീക്ഷിക്കാതെയുള്ള ഉമ്മയിൽ ഒന്ന് വിറച്ചുപോയി. സാരംഗി അവൻ്റെ മുഖം കണ്ട് പൊട്ടിവന്ന് ചിരി അടക്കി വെച്ചു. ശ്രീയോടാണല്ലോടി തച്ചുവിന് കൂടുതൽ കൂട്ട്. ഐഷു അവരെ രണ്ടുപേരെയും നോക്കിക്കൊണ്ട് പറഞ്ഞു. ഈ കൂട്ട് ജീവിതകാലം മുഴുവൻ അവന് വേണമെന്ന് അവൻ്റെ ആഗ്രഹം. ഐഷു ഒന്നും മനസ്സിലാക്കാതെ അവളെ നോക്കി. സാരംഗി ശ്രീക്ക് തച്ചുവിനെ ഇഷ്ടമാണെന്നുള്ള കാര്യം അവൾ പറഞ്ഞു. ഐഷുവിൻ്റെ കണ്ണുകൾ സന്തോഷം കൊണ്ട് നിറഞ്ഞു. അച്ചുവിൻ്റെ നോട്ടം പലപ്പോഴായി തന്നിലേക്ക് പാറി വീഴുന്നത് കണ്ടെങ്കിലും അവൾ കാണാത്തതുപോലെ നിന്നു. അല്ലുവിനാകെ കൂടി ഒരു വെപ്രാളമായിരുന്നു.
വലിയൊരു സദസ്സിന് മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നതും അവരുടെ എല്ലാം ശ്രദ്ധ തങ്ങളിലാണെന്നതും അവളിൽ ടെൻഷൻ നിറച്ചു. അതറിഞ്ഞ പോലെ മനു അവളുടെ കയ്യിൽ അവൻ്റെ കൈകൾ ചേർത്ത് വെച്ചു. അല്ലു ഒന്ന് ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. അവൻ കണ്ണ് ചിമ്മി കാണിച്ചപ്പോൾ അവളൊന്ന് പുഞ്ചിരിച്ചു. പാർട്ടി വെയർ ഹാഫ് ഗൗണുമിട്ട് മാറിടങ്ങളുടെ പകുതി പുറത്തു കാണിച്ചു വരുന്ന നിഷയെ കണ്ട് അച്ചു മുഖം തിരിച്ചു. അച്ഛൻ്റെ ബിസിനസ് പാർട്ട്ണറായ രവി അങ്കിളിൻ്റെ 2 മക്കളിൽ ഇളയവൾ. ചേച്ചിക്ക് തന്നോട് പകയായിരുന്നുവെങ്കിൽ ഇളയവൾക്ക് തന്നെ വേണമെന്നുള്ള വാശിയായിരുന്നു. രവി മാന്യനായിരുന്നു. അതുകൊണ്ട് ആണ് ലയയുടെ പ്രവൃത്തിയെല്ലാം അറിഞ്ഞ് അദ്ദേഹം അവളെ വീട്ടിൽ നിന്നും പുറത്താക്കിയത്. എന്നാൽ നിഷ കൂടുതൽ തന്നോടടുത്തിരുന്നു. എത്രയൊക്കെ ആട്ടി ഓടിച്ചാലും പിന്നെയും പിന്നാലെ വരും. അവളെ കാണുമ്പോൾ തന്നെ അവനൊരു അസ്വസ്ഥതയാണ്. അശ്വ ലുക്ക് സോ ഹോട്ട്. അവനെ മൊത്തത്തിലൊന്നൊഴിഞ്ഞുകൊണ്ട് അവൾ വശ്യമായി പറഞ്ഞു. നിഷ, ആദ്യം പോയി മാന്യമായി ഡ്രസ്സ് ചെയ്യുക. നാണമില്ല നിനക്കിങ്ങനെ നടക്കാൻ. ദേഷ്യത്തോടെയുള്ള അവൻ്റെ സംസാരം കേട്ട് അവൾ ചിറി കൂട്ടി. ഞാനിതിൽ കംഫർട്ടാണ് അശ്വ. പിന്നെ ഒന്നും പറയാൻ താല്പര്യമില്ലാത്തതുപോലെ അവൻ അവളെ ഒഴിവാക്കി നടന്നു. എല്ലാത്തിനും ഓടി നടക്കുന്ന സാരംഗിയെ കണ്ട് അവളുടെ കണ്ണുകളിൽ പക നിറഞ്ഞു. എത്രയൊക്കെ അകറ്റി വിട്ടാലും ഇവൾ കാന്ത പോലെ അശ്വനിൽ തന്നെ ഒട്ടിപ്പിടിക്കുവാണല്ലോ. അവൾ അമർഷത്തോടെ പല്ല് കടിച്ചു. അവരുടെ കമ്പനിയിലെ പാർട്ട്ണറായ വർമ്മ സാറിനെ സ്വീകരിക്കാൻ അച്ചുവിനൊപ്പം സാരംഗിയും ഉണ്ടായിരുന്നു. പെർഫെക്റ്റ് കപ്പിൾസ്. അവരെ നോക്കി ഇപ്പുറത്തിരുന്ന 2 പേര് പറഞ്ഞു. അത് കേട്ട് അച്ചുവിൻ്റെ ചുണ്ടിൽ ഒരു ചിരി വിരിഞ്ഞു. സാരംഗിയുടെ ചുണ്ടിലെ പുച്ഛം കണ്ട് അവൻ്റെ ചുണ്ടിൽ വിടർന്ന ചിരി താനേ കൊഴിഞ്ഞു. ഹായ് യശ്വന്ത്. ഒരു ചെറുപ്പക്കാരൻ അവനെ നോക്കി കൈവീശി അവരുടെ അടുത്തേക്ക് വന്നു. ഹായ് ഗൗതം. അച്ചു അവന് ഷേക്ക് ഹാൻഡ് കൊടുത്തു. ഇതാണോ അശോ വൈഫി? പെർഫെക്റ്റ് മാച്ചാണ് കേട്ടോ. ഗൗതം സാരംഗിയെ നോക്കി അച്ചുവിനെ കണ്ണിറുക്കിക്കൊണ്ട് പറഞ്ഞു. സാരംഗി നിന്ന് പല്ല് കടിച്ചിട്ട് അവനൊരു വരുത്തി തീർത്ത ചിരി നൽകി ദേഷ്യത്തിൽ നടന്നുപോയി. നിങ്ങൾ തമ്മിൽ പിണക്കമാണല്ലേ? സാരമില്ല, ഭാര്യമാരുടെ പിണക്കം പെട്ടെന്ന് മാറും. അവൻ അച്ചുവിൻ്റെ ചുമലിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു. അച്ചു ചാടിത്തുള്ളി പോകുന്ന സാരംഗിയെ നോക്കി. വൈഫാണെന്ന് പറഞ്ഞപ്പോൾ അവൾ തിരുത്താതിരുന്നത് അവനിലൊരു നേരിയ പ്രതീക്ഷ നൽകിയിരുന്നു. അവൻ്റെ പഴയ അമ്മുവിലേക്കുള്ള അവളുടെ മടക്കത്തിനുള്ള സൂചനയായിരിക്കുമോ അത്? സാരു, നീ കാണാൻ കാത്തിരുന്ന നിന്റെ ശത്രു ഇവിടെ എത്തിയിട്ടുണ്ട്. ഐഷു സാരംഗിയുടെ അടുത്ത് വന്ന് പതിയെ പറഞ്ഞു. മുന്നോട്ട് നോക്കി അവളുടെ കണ്ണുകൾ ചുരുങ്ങി. വർഷങ്ങളായി നെഞ്ചിലിട്ട് നീറ്റുന്ന പ്രതികാരത്തിൻ്റെ കനൽ അവളിൽ ഒന്നുകൂടി എരിഞ്ഞു തുടങ്ങി. അവളുടെ മുഖം വന്യമാകുന്നത് കണ്ട അച്ചു അവളുടെ നോട്ടം പോകുന്നിടത്തേക്ക് നോക്കി. അവൻ്റെ കണ്ണുകൾ കുറുകി. അവൻ്റെ ചുണ്ടിൽ കുടിലമായ ഒരു ചിരി വിടർന്നു. ഇരയെ വേട്ടയാടി പിടിച്ച വേട്ടക്കാരൻ്റെ ഭാവമായിരുന്നു അവരിൽ 2 പേരിലും അപ്പോൾ. വെൽക്കം ബാക്ക് ലയ വികാസ് വർമ്മ. സാരംഗിയുടെ ചുണ്ടുകളുടെ ഇടയിൽ ആ പേര് കിടന്ന് ഞെരിഞ്ഞു. ബ്ലാക്ക് ജോർജറ്റ് സാരിയിൽ തിളങ്ങി വരുന്നവളെ സദസ്യരിൽ പലരും അത്ഭുതത്തോടെ നോക്കിയിരുന്നു. അവളുടെ കണ്ണുകളിലെ ഭാവം തിരിച്ചറിയാൻ അച്ചുവിന് അധിക സമയം വേണ്ടി വന്നില്ല. അവളുടെ ഒരു കൈ വിക്കിയുടെ കൈകൾക്കുള്ളിലായിരുന്നു. എന്നാൽ അവൻ്റെ കണ്ണുകൾ പതിഞ്ഞത് സാരംഗിയിലായിരുന്നു. അവളുടെ ഉടലളവുകൾ അളക്കുന്ന തിരക്കിലായിരുന്നു അവൻ. അവരെ നോക്കി ഉറപ്പോടെ ദൃഢതയോടെ മാറിൽ കൈകെട്ടി നിൽക്കുകയായിരുന്നു സാരംഗി. അച്ചു അവളുടെ വലതുവശത്തായി വന്നു നിന്നു. ലയയുടെ ചുണ്ടിൽ പുച്ഛം തെളിഞ്ഞു. സ്റ്റേജിൽ കയറി റെഡ് റോസിൻ്റെ ഒരു ബൊക്കെ അല്ലുവിൻ്റെ കയ്യിൽ കൊടുത്ത് അവൾ വിഷ് ചെയ്തു. അവൾ ആരാണെന്നറിയാത്ത അല്ലു ഒരു പുഞ്ചിരിയോടെ അത് സ്വീകരിച്ചിരുന്നു. മനു കത്തുന്ന കണ്ണുകളോടെ ലയയെ നോക്കി. അവർ താഴേക്കിറങ്ങിയതും നിമിഷ നേരം കൊണ്ട് അവൻ ആ ബൊക്കെ വലിച്ചെറിഞ്ഞിരുന്നു. അല്ലു പകച്ച് അവനെ നോക്കി. അവൻ്റെ കഴുത്തിലെ ഞരമ്പുകൾ മുറുകി വരുന്നത് കണ്ട് അവളൊന്ന് ഭയന്നു. ചന്ദ്രേട്ടാ, ഇവളെ ആരെ എവിടെ ക്ഷണിച്ചത്? ഇനിയും എൻ്റെ കുട്ടികളെ ദ്രോഹിക്കാനാണോ? ഇത്രയും ചെയ്തിട്ട് മതിയായില്ലേ ഇവക്ക്? മല്ലിക അരിശത്തോടെ ചന്ദ്രമോഹനെ നോക്കി പറഞ്ഞു. അവൾ തിരിച്ചു വന്നത് വെറുതെയാവല്ല മല്ലി. പക്ഷേ ഇനി ഒരിക്കൽ കൂടി അവളുടെ പദ്ധതികളൊന്നും നമ്മുടെ മക്കളോട് വില പോവില്ല. എൻ്റെ വിശ്വനെ നഷ്ടപ്പെടുത്തി തച്ചുവിൻ്റെ ജീവിതം തർത്തു. നമ്മുടെ മക്കളെ തമ്മിൽ പിരിച്ചു. ഇതിനെല്ലാം അവളെ കൊണ്ട് കണക്ക് പറയിപ്പിക്കാതെ അമ്മ വെറുതെ ഇരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അവളായിട്ട് വന്നതല്ല, അവളെ വരുത്തിയതാ. കുടിലതയോടെ ചന്ദ്രൻ പറയുമ്പോൾ മല്ലിക അയാളെ നോക്കി നിന്നു. ലയ വല്ലാത്തൊരു ഭാവത്തോടെ സാരംഗിയുടെ അടുത്തേക്ക് നടന്നു. ദേഷ്യം കൊണ്ട് അച്ചു വിറച്ചു നിന്നു. പക്ഷേ സാരംഗിയുടെ മുഖത്തെ ഭാവം അവൻ ഉറ്റുനോക്കുകയായിരുന്നു. ആഫ്റ്റർ എ ലോങ് ടൈം വി മീറ്റ് അഗെയിൻ. ലയ സാരംഗിയുടെ നേരെ കൈനീട്ടി. പക്ഷേ അവൾ പുച്ഛത്തോടെ കൈകൾ കെട്ടി അവളെ നോക്കി. അതേ വീറും വാശിയും ഇപ്പോഴും മാറിയിട്ടില്ലല്ലേ? ലയ പുച്ഛത്തോടെ അവളെ നോക്കി പറഞ്ഞു. പാമ്പിൻ്റെ പകയെക്കുറിച്ച് നീ കേട്ടിട്ടില്ലേ?
കാലം കഴിയുന്തോറും വീര്യം കൂടും. എങ്കിലല്ലേ ഒറ്റക്കൊത്തിന് എതിരാളിയെ കൊല്ലാൻ പറ്റൂ. ലയ ഒരു വശത്ത് ശ്രീയുടെ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന തച്ചുവിനെ നോക്കി. പുവർ ഗേൾ. ശരിക്കും എനിക്ക് അവളുടെ കാര്യത്തിൽ വിഷമമുണ്ട് കേട്ടോ. പക്ഷേ എന്ത് ചെയ്യാൻ, എൻ്റെ ഇൻറ്റൻഷൻ അവളോ നീയോ അല്ലായിരുന്നു. എനിക്ക് ഒരിക്കലും നിന്നെ ദ്രോഹിക്കണമെന്ന് ഉദ്ദേശമേ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇവൻ വേദനിക്കണമെങ്കിൽ, അച്ചുവിൻ്റെ ചങ്ക് പൊട്ടണമെങ്കിൽ അവൻ്റെ അമ്മു അവനിൽ നിന്നും അകലണം. അതിനുവേണ്ടി തന്നെയാണ് ഞാൻ അവനോട് അടുത്തത്. അവസാനം ഞാൻ എൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കി. നഷ്ടങ്ങൾ നിനക്ക് മാത്രമായി ഒതുങ്ങിപ്പോയി എന്ന വിഷമം മാത്രമേ എനിക്കുള്ളൂ സാരംഗി. അവനെ ഇനിയും തകർക്കും ഞാൻ. ഇപ്പോൾ നിനക്കും അവനോട് പകയല്ലേ? അച്ചുവിനെ ചൂണ്ടി ഗൂഢമായി അവളത് പറയുമ്പോൾ സാരംഗി യാതൊരു ഭാവഭേദവുമില്ലാതെ അവളെ നോക്കി. ലയയുടെ മുന്നിലേക്ക് കുറച്ചു നീങ്ങി നിന്ന് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. ലയ ഒന്ന് പതറി പിന്നോട്ട് നീങ്ങിയിരുന്നു. അമ്മുവിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. നിന്റെ ഈ കണ്ണുകളിലെ വിജയഭാവമില്ലേ, അതിന് ആയുസ് കുറയാൻ പോകുകയടി. എല്ലാം നേടിയെന്ന നിന്റെ ഈ അഹങ്കാരഭാവത്തിന് ഈ എണ്ണപ്പെട്ട നാളുകളാ. സാരംഗി എന്ന കൊടുങ്കാറ്റ് നിന്റെ ജീവിതത്തിൽ വീശിയടിക്കാൻ തുടങ്ങുമ്പോൾ നീ എന്ന പാഴ്മരം കടപുഴകി വീണിരിക്കും. നീ നേടിയെടുത്ത നേട്ടങ്ങൾ തന്നെ നിനക്കുള്ള തിരിച്ചടിയായെന്നിരിക്കും. അവസാനം വിക്കിയെ നോക്കിയായിരുന്നു അവളത് പറഞ്ഞത്. അവനൊന്ന് പതറിക്കൊണ്ട് അവളെ നോക്കി. അവളുടെ കണ്ണുകളിലെ തീഷ്ണതയ്ക്ക് മുന്നിൽ അവൻ വിളറി വെളുത്തു. ലയ, നീ എന്തിനിവിടെ വന്നു? നിന്നെ ആരും ഇങ്ങോട്ട് ക്ഷണിച്ചത്? രവിശങ്കർ ഈർഷ്യയോടെ മുന്നോട്ട് വന്ന് ചോദിച്ചു. ഇവിടെ ഒരു സ്കീം ക്രിയേറ്റ് ചെയ്ത് പോന്നോക്ക്. വീണ്ടും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. നീ നിന്റെ ജീവിതം തിരഞ്ഞെടുത്തു, ഇനി എന്തിനാ ഇവരുടെ പിന്നാലെ വരുന്നത്? തെറ്റെൻ്റേതാ. നല്ലത് ചൊല്ലി മക്കളെ വളർത്താതിന് അച്ഛനെന്ന നിലയിൽ ഞാനൊരു പരാജയമാണ്. ഇനിയും മറ്റുള്ളവരുടെ മുന്നിൽ നീ എൻ്റെ തല കുനിപ്പിക്കരുത്. അയാൾ കൂപ്പുകൈയോടെ പറഞ്ഞതും ലയ വെട്ടിത്തിരിഞ്ഞ് വിക്കിയുടെ കയ്യിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ഇറങ്ങിപ്പോയി. അവൾ ഇറങ്ങിപ്പോയതും രവിശങ്കർ അച്ചുവിനെയും സാരംഗിയെയും നോക്കി. മക്കൾ എന്നോട് ക്ഷമിക്ക്, മോളായിപ്പോയി, കൊന്നുകളയാൻ പറ്റില്ലല്ലോ. അവരെ നോക്കി വേദനയോടെ പറഞ്ഞുകൊണ്ട് അയാൾ നടന്നുപോയി. പരസ്പരം നോട്ടമിടഞ്ഞതും രണ്ടുപേരും മുഖം വെട്ടിച്ച് രണ്ടു വഴിക്ക് നടന്നു. നെടുവീർപ്പോടെ മല്ലികയും ചന്ദ്രനും അവരെ നോക്കി നിന്നു. തച്ചു ഉറങ്ങിപ്പോയിരുന്നു. രാത്രി ഫംഗ്ഷനെല്ലാം കഴിഞ്ഞപ്പോൾ തന്നെ അല്ലു നന്നായി ക്ഷീണിച്ചിരുന്നു. തിരികെ വീട്ടിലെത്തിയതും അവൾ നേരെ വാഷ്റൂമിലേക്ക് കയറി ഫ്രഷാകാൻ നിന്നു. വാനിറ്റി മിററിലൂടെ തൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുന്ന താലിയിലേക്ക് അവളൊന്ന് നോക്കി. അതിലൊന്ന് തലോടി അവൾ സ്വന്തം രൂപത്തിലേക്ക് നോക്കി നിന്നു. എത്ര പെട്ടെന്നാണ് തൻ്റെ ജീവിതം മാറി മറിഞ്ഞത്. പപ്പ പോയപ്പോൾ അനാഥയായി പോയ തന്നെ ആ രാക്ഷസന്മാരുടെ ഇടയിൽ നിന്നും അദ്ദേഹം ഒന്ന് രക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ. താലിയിൽ അവൾ മുറുകെ പിടിച്ചു. ഇനി മനുസാറായിട്ട് തിരിച്ചു വാങ്ങുമ്പോൾ അല്ലാതെ ഒരിക്കലും ഈ താലി എൻ്റെ കഴുത്തിൽ നിന്നും ഞാൻ അടർത്തി മാറ്റില്ല. വല്ലാത്ത സുരക്ഷിതത്വം തോന്നുന്നു ഇപ്പോൾ. എല്ലാവരും ഉണ്ടെന്നൊരു തോന്നൽ. ഇനി എൻ്റെ ജീവിതവും ജീവനും ഈ താലിയിലാണ്. ഒന്ന് നിശ്വസിച്ചുകൊണ്ട് അവൾ ഫ്രഷായി ഇറങ്ങി. സാരംഗി വന്ന് അവളെ റൂമിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മല്ലിക അവളെ സെറ്റും മുണ്ടുടുപ്പിച്ച് തലയിൽ പൂവും വെച്ചൊരുക്കി. കയ്യിലൊരു ഗ്ലാസ് പാലും നൽകി സാരംഗിയുടെ ഒപ്പം അവളെ മനുവിൻ്റെ റൂമിലേക്ക് പറഞ്ഞു വിട്ടു. അവളുടെ വിറയൽ കണ്ട് അമ്മു അവളെ നോക്കി കണ്ണ് ചിമ്മി. ഇങ്ങനെ വിറയ്ക്കാതെ പെണ്ണേ, അവൻ നിന്നെ കടിച്ചു തിന്നത്തൊന്നുമില്ല. അല്ലു അവളെ ദയനീയമായി ഒന്ന് നോക്കി. മനുവിൻ്റെ റൂമിൽ അല്ലുവിനെയാക്കി നടന്നു വരുമ്പോഴായിരുന്നു അപ്പുറത്തെ റൂമിൽ നിന്നും ഒരു കൈ വന്ന് അവളെ ആ റൂമിലേക്ക് വലിച്ചു കയറ്റിയത്.